കണ്ണൂരിലെ പ്രശസ്തമായ ശ്രീ പേരളശ്ശേരി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ, അതാണ് ശ്രീ പേരളശ്ശേരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒറിജിൻ ത്രേതായുഗത്തിലാണെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഡീറ്റിയായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചത് ശ്രീരാമനാണെന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഈ ക്ഷേത്രത്തിൽ വേറെയും പ്രതിഷ്ഠകളുണ്ട്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടാതെ ഭദ്രകാളി ഒരു പ്രതിഷ്ഠയാണ്, അതുപോലെ തന്നെ ശാസ്താവ് പ്രതിഷ്ഠയാണ്, ഗണപതി മറ്റൊരു പ്രതിഷ്ഠയാണ്, അതുപോലെ തന്നെ നാഗപ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നാണ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തെ ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. അധികമൊന്നും ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് കിട്ടിയില്ല. കിട്ടിയതൊക്കെ കാണിക്കാം. വനവാസകാലത്ത് രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് ഇവിടെ എത്താനിടയായി. ക്ഷേത്രം സന്ദർശിച്ച ശ്രീരാമന് സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും അത് കൂടെ ഉണ്ടായിരുന്ന ഹനുമാനോടും ലക്ഷ്മണനോടും പറയുകയും ചെയ്തു. രാമൻ വന്ന സമയത്ത് ഇത് അയ്യപ്പ ക്ഷേത്രമായിരുന്നു. സാന്നിധ്യം അനുഭവപ്പെട്ടതിനാൽ ഇവിടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിച്ച ശ്രീരാമൻ ഭഗവാൻ അയ്യപ്പനോട് അനുവാദം ചോദിച്ചു. താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് തരാമെന്നും ശ്രീകോവിലിന് തെക്കു ഭാഗത്തായി തനിക്ക് സ്ഥാനം നൽകിയാൽ മതിയെന്നും ഭഗവാൻ അയ്യപ്പൻ ശ്രീരാമനോട് പറഞ്ഞു. തുടർന്ന് പ്രതിഷ്ഠ നടത്താനുള്ള ശില കൊണ്ടുവരാൻ ശ്രീരാമൻ ഹനുമാനെ പറഞ്ഞുവിട്ടു. മുഹൂർത്തമായിട്ടും ഹനുമാൻ തിരിച്ചെത്താതെയായപ്പോൾ ശ്രീരാമൻ തന്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് വിഗ്രഹമായി പ്രതിഷ്ഠിച്ചു. അപ്പോഴേക്കും ഹനുമാൻ ശിലയുമായി എത്തിച്ചേർന്നു. വള തിരിച്ചെടുത്ത് ശില പ്രതിഷ്ഠിക്കാൻ ഹനുമാൻ ശ്രമിച്ചു. പക്ഷെ ഹനുമാന് പൊക്കാനാകാത്ത വിധം വളയുടെ ഭാരം വർദ്ധിച്ചു. മാത്രമല്ല, സർപ്പം എവിടെ നിന്നോ വന്ന് വളയ്ക്ക് മുകളിലിരുന്ന് ഫണം വിടർത്തി ആടാൻ തുടങ്ങി. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി പെരുവളയിൽ കുടികൊണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ പ്രതിഷ്ഠ കഴിഞ്ഞുവെന്ന് അറിയിച്ചു. അങ്ങനെ രാമന്റെ പെരുവള ഊരി പ്രതിഷ്ഠിച്ച സ്ഥലം പെരുവളശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ടു. കാലക്രമേണ ഇവിടം പെരളശ്ശേരിയായി മാറി. ഹനുമാൻ കൊണ്ടുവന്ന ശില അടുത്തു തന്നെ മറ്റൊരു ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠിച്ചു. മർക്കടനായ ഹനുമാൻ പ്രതിഷ്ഠിച്ച സ്ഥലമായതിനാൽ അവിടം മർക്കടശ്ശേരി എന്നറിയപ്പെട്ടു. പിന്നീട് കാലക്രമേണ മർക്കടശ്ശേരി മക്രേരിയായി മാറി. പെരളശ്ശേരിയിലെ ദർശനം പൂർത്തിയാകണമെങ്കിൽ മക്രേരിയിലും ദർശനം നടത്തണമെന്നാണ് പറയാറ്. ക്ഷേത്രത്തിന് മുന്നിലുള്ള കുളവും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ള കുളം വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുളത്തിന് കേരള ടച്ചിനേക്കാൾ രാജസ്ഥാൻ ടച്ചും ഗുജറാത്ത് ടച്ചുമൊക്കെയാണ് എനിക്ക് തോന്നിയത്. തുലാം സംക്രമത്തിന് കാവേരി ജലം ക്ഷേത്രകുളത്തിൽ എത്തുമെന്നാണ് ഐതിഹ്യം. കാവേരി ജലം മാത്രമല്ല, കൃഷ്ണ ഗോദാവരി നദികളിലെ ജലം ഇവിടെ എത്തുമെന്നും ചിലർ വിശ്വസിക്കുന്നു. ക്ഷേത്രകുളത്തിലെ ജലം പുണ്യജലമായാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. ശ്രീരാമന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യം അനുഭവപ്പെടാനുള്ള കാരണമായി മറ്റൊരു ഐതിഹ്യം കൂടെയുണ്ട്. ബ്രഹ്മാവിനെ തടവിലാക്കിയതിന്റെ പ്രായശ്ചിത്തമായി പെരളശ്ശേരിയിലെ അയ്യപ്പൻ കാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഏകാന്തവാസം നയിച്ചിരുന്നു. അതുകൊണ്ടാണ് ശ്രീരാമന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടത്. പെരളശ്ശേരി ഹിന്ദുക്കളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് തന്നെ പറയാം. ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ രണ്ട് സൈഡിലും ഉത്സവപ്പറമ്പിലുള്ളതുപോലെ കടകളുണ്ട്. ടോയ്സും ക്രാഫ്റ്റ്സും രൂപങ്ങളും എല്ലാമുള്ള കടകൾ. കണ്ണൂർ ശരിക്കും ക്ഷേത്രങ്ങളുടെ നാടാണെന്ന് തോന്നുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുടെ ബോർഡ് ഞാൻ കണ്ടു. സ്പിരിച്വൽ ടൂറിസം അല്ലെങ്കിൽ റിലീജിയസ് ടൂറിസത്തിന് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയേണ്ട ഒരു സ്ഥലമാണ് കണ്ണൂർ എന്നാണ് എനിക്ക് ഈ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ തോന്നിയത്. ക്ഷേത്രകലകളും സ്പിരിച്വാലിറ്റിയും എല്ലാം ചേർന്ന് ഒരു സ്പെഷ്യൽ ഐഡന്റിറ്റി ഉള്ള സ്ഥലമാണ് കണ്ണൂർ. കണ്ണൂരിന്റെ സ്പിരിച്വൽ സൈഡ് ടൂറിസ്റ്റുകൾ അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. മേ ബി ഫ്യൂച്ചറിൽ റിലീജിയസ് ടൂറിസത്തിന് കണ്ണൂർ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഫേമസ് ആകുമായിരിക്കും. ക്ഷേത്ര മഹോത്സവം നമുക്ക് ജസ്റ്റ് മിസ്സായി. ഡിസംബറിൽ വന്നിരുന്നെങ്കിൽ അതുകൂടി കാണായിരുന്നു. കേരളത്തിൻ്റെ ആർട്ട് ഫോമായ കഥകളി, ചാക്യാർകൂത്തൊക്കെ ക്ഷേത്ര മഹോത്സവ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു ബോർഡാണ് ഇവിടെയുള്ളത്. മഹോത്സവത്തിന് ആറാട്ട്, നാദസ്വരം, ഓട്ടംതുള്ളൽ, തായമ്പക, ചാക്യാർകൂത്ത്, കേളി, കൊമ്പുപറ്റ്, തിടമ്പ് നൃത്തം, പള്ളിവേട്ട, നൃത്യങ്ങൾ, ഭക്തിഗാനസുധ, കഥകളി, നൃത്തമഞ്ജരി, സംഗീത കച്ചേരി, അങ്ങനെ കുറേ അട്രാക്ഷൻസ് ഉണ്ട്. പക്ഷെ മഹോത്സവം നടക്കുന്ന ആ ഒരു ടൈമിൽ വന്നാലേ ഇതൊക്കെ കാണാൻ പറ്റൂ. ക്ഷേത്രത്തിനടുത്തായി ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് കൂടിയുണ്ട്. അതുകൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ക്ഷേത്രം കണ്ടിട്ട് മടങ്ങുമ്പോൾ സസ്പെൻഷൻ ബ്രിഡ്ജ് കൂടി കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം. മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നൊന്നും ഞാൻ പറയില്ല. സസ്പെൻഷൻ ബ്രിഡ്ജിന് അത്രയ്ക്ക് വലുപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ ഹൈറ്റുമില്ല. പക്ഷെ പുഴയ്ക്ക് ചുറ്റുമുള്ള സീനറിക്കും ഗ്രീനറിക്കും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. സസ്പെൻഷൻ ബ്രിഡ്ജിനടുത്തായി ഒരു പാലം വരുന്നുണ്ട്. പാലം വരുന്നതോടെ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ ഇമ്പോർട്ടൻസ് കമ്മ്യൂട്ടേഷൻ സെൻസിൽ കുറയുമെന്ന് തോന്നുന്നു. എനിക്ക് സസ്പെൻഷൻ ബ്രിഡ്ജ് അത്രയ്ക്ക് അടിപൊളിയായി തോന്നാത്തതിന്റെ മെയിൻ കാരണം എന്റെ നാട്ടിലെ പുഴയുടെ കുറുകെ, അതായത് ഇരുവഞ്ഞിപ്പുഴയുടെ കുറുകെ നല്ല ഹൈറ്റിലും വലുപ്പത്തിലുമുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ് കുറെ പ്രാവശ്യം കണ്ടതുകൊണ്ടാകാം. അരിപ്പാറ വെള്ളച്ചാട്ടത്തിലുള്ള സസ്പെൻഷൻ ബ്രിഡ്ജിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.